Hello dears, welcome to our new class. In this video, I am going to introduce an important grammar part in English language, that is parts of speech. Do you ever heard about part of speech in English language? How many part of speech are there in English? Words are divided into different kinds or classes are called parts of speech. There are 8 parts of speech in English. Noun, pronoun, verb, adverb, adjective, preposition, interjection, conjunction. ഇതാണ് ഇംഗ്ലീഷിലെ 8 പാർട്ട് ഓഫ് സ്പീച്ച്. അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നൗൺ. നൗൺ എന്താണ്? നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, ഒബ്ജക്റ്റ്, പ്ലേസ് ഓർ തിങ്. ഒരു വ്യക്തിയുടെയോ ഒരു സാധനത്തിൻ്റെയോ പേരിനെയാണ് നമ്മൾ നൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നൗണിന് എക്സാമ്പിൾ? ടേബിൾ, ചെയർ, പിന്നെ എന്താണ് സ്ഥലത്തിൻ്റെ പേരുകൾ, കാലിക്കറ്റ്, കേരള, പിന്നെ മൃഗങ്ങൾ, പക്ഷികൾ, എല്ലാ സാധനത്തിൻ്റെ പേരുകളും നൗണാണ്. ലയൺ, ടൈഗർ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇതിൽ ഏതാണ് നൗണ്? ഇപ്പോൾ ഇന്ത്യയാണ് നൗണ്. ദെൻ മൈ നെയിം ഈസ് രാജു. ഇവിടെ ഏതാ നൗണ്? രാജു എന്നുള്ളത് ഒരു പേരാണ്, അതുകൊണ്ട് എന്താ ഇതൊരു നൗണാണ്. അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതാണ് പ്രോനൗൺ. പ്രോനൗൺ അഥവാ സർവനാമം. പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ നൗൺ ഈസ് കോൾഡ് പ്രോനൗൺ. ഒരു നാമത്തിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് പ്രോനൗൺ. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രോനൗണുകൾ. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അനു കെയിം ടു മൈ ഹോം. വി വെൻറ്റ് ടുഗെദർ. ഇവിടെ അനു എന്നുള്ളത് ഒരു നൗണാണ് അല്ലേ? അപ്പോൾ അടുത്ത സെൻറ്റൻസിൽ അനു എന്നുള്ള നൗൺ ഉപയോഗിക്കുന്നതിന് പകരമാണ് വി ഉപയോഗിച്ചത്. വി വെൻറ്റ് ടുഗെദർ. അപ്പോൾ ഇവിടെ വി ആണ് പ്രോനൗൺ. ദെൻ ഐ മെറ്റ് റാണി യെസ്റ്റർഡേ. ഷി വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാൾ. അപ്പോൾ ഐ മെറ്റ് റാണി. റാണി എന്നുള്ളത് ഒരു പേരാണ്, അപ്പോൾ എന്താണ്? നൗണാണ്. അടുത്ത സെൻറ്റൻസിൽ നോക്കൂ. റാണി എന്നുള്ള നൗൺ ഉപയോഗിക്കുന്നതിന് പകരം ഷീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഷീ എന്താ? അപ്പോൾ ഷീ ഈസ് എ പ്രൊനൗൺ. ഇനി അടുത്തത് എന്താണ്? അടുത്തതാണ് വേർബ് അഥവാ ക്രിയ. വേർബ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഒരു വെർബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക. ബേബി ഈസ് പ്ലേയിങ്. ഷീ ഈസ് റണ്ണിങ്. അപർണ ഈസ് സിംഗിങ്. അപ്പോൾ ബേബി ഈസ് പ്ലേയിങ്. പ്ലേ എന്താ? പ്ലേ എന്ന് വെച്ചാൽ ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇവിടെ പ്ലേയിങ് എന്നുള്ളതാണ് വേർബ്. അതുപോലെ തന്നെ റണ്ണിങ്, സിംഗിങ് ഒക്കെ വേർബാണ്. നെക്സ്റ്റ് വൺ ഈസ് ആഡ്വേർബ്, ക്രിയാവിശേഷണം. ആഡ്വേർബ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ വേർബ്. വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആഡ്വേർബ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ സെൻറ്റൻസ് നോക്കുക. ഷീ ഈസ് സിംഗിങ് ലൗഡ്ലി. അവൾ വളരെ ഉച്ചത്തിലാണ് പാടുന്നത്. പാടുക എന്ന ക്രിയയെ വിശേഷിപ്പിക്കാനാണ് ഉച്ചത്തിൽ എന്ന ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൗഡ്ലി എന്നതാണ് ആഡ്വേർബ്. അടുത്ത രണ്ട് സെൻറ്റൻസ് നോക്കുക. ഹി റാൻ ക്വിക്ക്ലി. ഷീ സ്പോക്ക് സോഫ്റ്റ്ലി. ഇവിടെ ക്വിക്ക്ലി, സോഫ്റ്റ്ലി ആഡ്വേർബാണ്. ദി നെക്സ്റ്റ് വൺ ഈസ് അഡ്ജക്റ്റീവ് അഥവാ നാമവിശേഷണം. വെർബിനെ വിശേഷിപ്പിക്കാൻ ആഡ്വേർബ് ഉപയോഗിക്കും പോലെ നൗണിനെ വിശേഷിപ്പിക്കാനാണ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. അഡ്ജക്റ്റീവ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ നൗൺ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. സീത ഈസ് എ ക്ലവർ ഗേൾ. സീതയെ വിശേഷിപ്പിക്കാനാണ് ഇവിടെ ക്ലവർ എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്ലവർ ഒരു അഡ്ജക്റ്റീവാണ്. ദെൻ ദ നെക്സ്റ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ. സ്കൈനെ വിശേഷിപ്പിക്കാൻ എന്താ ഉപയോഗിച്ചത്? ബ്ലൂ ആണ്. ബ്ലൂ എന്ന കളർ, അതുകൊണ്ട് ബ്ലൂ ആണ് ഇവിടെ അഡ്ജക്റ്റീവ്. ദെൻ
ഹി ഈസ് വെരി ലേസി. അപ്പോൾ അവൻ എന്ന പ്രോനൗണിന്, അവൻ എന്താണ്, ഒരു പ്രോനൗണാണ്. പ്രോനൗൺ വിശേഷിപ്പിക്കാനാണ് ലേസി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലേസി ഇവിടെ adjective. The next one is preposition. Preposition is a word that shows the relation between a noun or a pronoun and some other words in a sentence. ഒരു സെൻറ്റൻസിൽ നൗണും പ്രോനൗണും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാനോ അല്ലെങ്കിൽ ആ സെൻറ്റൻസിലെ മറ്റ് വേർഡ്സുകൾ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാനോ ആണ് പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഓൺ, ഇൻ, അറ്റ്, ബൈ, ഓഫ്, അണ്ടർ, ഓവർ, ബിലോ, എബവ്, ബിറ്റ്വീൻ, എമംഗ്, വിത്ത്, ഇതൊക്കെ പ്രപ്പോസിഷൻസിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കുക. ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഹിയർ ഓൺ ഈസ് എ preposition. Then pen is in the box. In is a preposition. Then cat is under the tree. Under is a preposition. The next one is conjunction. Conjunction is a word that joins two nouns, phrases or sentences. Conjunctions എന്താണ്? Conjunctions കണക്റ്റിംഗ് വേർഡ്സ് ആണ്. രണ്ട് നൗണുകളെയോ അല്ലെങ്കിൽ ഫ്രേസുകളെയോ അല്ലെങ്കിൽ സെൻറ്റൻസുകളെയോ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് കൺജക്ഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് എക്സാമ്പിൾ? കൺജക്ഷൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ, ഇതൊക്കെ കൺജക്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ദെൻ രാമു ആൻഡ് രാജു. രാമു ആൻഡ് രാജു എന്താണ്? നൗണാണ്. ഈ നൗണുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വാണ്ട്സ് ടു ഗോ ഷോപ്പിംഗ് ബട്ട് ഐ കാൺട്ട് ഗോ എലോൺ. ഹിയർ ബട്ട് ഈസ് എ കൺജക്ഷൻ. ദെൻ ഐ ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ മൈ ഫ്രണ്ട്. ഹിയർ ഫോർ ഈസ് എ കൺജക്ഷൻ. ദെൻ ഡു യു വാണ്ട് വെജ് ഓർ നോൺ വെജ്? ഹിയർ ഓർ ഈസ് എ കൺജക്ഷൻ. The last one is interjection. Interjection is a word used to show emotions or sudden expressions. Ho, alas, wa, hooray, ഇതൊക്കെ ഇൻ്റർജെക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അലാസ് എന്താണ്? അലാസ് ഇമോഷൻസ് ഓഫ് സോറോ ആണ്. ഒരു ദുഃഖത്തെ സൂചിപ്പിക്കാനാണ് അലാസ് യൂസ് ചെയ്യുന്നത്. അലാസ് ഐ ഫെയിൽഡ് ദ എക്സാം. വോ, what a beautiful car. Oh my god, hurrah, we won the game. ഇതൊക്കെയാണ് പാർട്ട് ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ്. ഇത് വളരെ ബ്രീഫായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.